ഒരു ചാണകവണ്ട് ഉണ്ടായിരുന്നു. തന്റെ ജീവിതം മുഴുവൻ ആ വണ്ട് ചെലവഴിച്ചത് ചാണകക്കുണ്ടിലായിരുന്നു. അവിടെയായിരുന്നു അവന്റെ വീട്, അവന്റെ ഭക്ഷണം, അവന്റെ ലോകം. പുറലോകം എന്തെന്നോ സുഗന്ധം എന്തെന്നോ അവൻ അറിയില്ലായിരുന്നു. ചാണകം ഉണങ്ങുമ്പോൾ അതിലൊരു ചെറിയ ദ്വാരമുണ്ടാക്കി അവൻ സുരക്ഷിതനായി കഴിഞ്ഞുകൂടി. ഒരു ദിവസം പൂക്കളിൽ മധു നുകർന്ന് പറന്നു നടക്കുന്ന ഒരു തേനീച്ച ആ വണ്ടിനെ കണ്ടു. തേനീച്ച ആ വണ്ടുമായി ചങ്ങാത്തത്തിലായി. എന്റെ പ്രിയ മിത്രമേ, തേനീച്ച സ്നേഹത്തോടെ ചോദിച്ചു, നീ എന്തിനാണ് രാവും പകലും ഈ അഴുക്കിലും ദുർഗന്ധത്തിലും മാത്രം കിടക്കുന്നത്? വരൂ, ഞാൻ നിനക്ക് ഈ ലോകത്തിന്റെ സൗന്ദര്യം കാണിച്ചു തരാം. ഞാൻ നിശാഗന്ധി, ചെണ്ടുമല്ലി, റോസാപ്പൂക്കൾ എന്നിങ്ങനെ ലോകത്തിലെ എല്ലാ സുഗന്ധമുള്ള പൂന്തോട്ടങ്ങളിലൂടെ പറന്നു നടക്കുന്നവനാണ്. പണ്ട് ആദ്യമായി കേൾക്കുന്ന ഒരു ലോകമായിരുന്നു അത്. അവന്റെ ഉള്ളിൽ ഒരു വെളിച്ചം മിന്നി. അവൻ പറഞ്ഞു, ശരി മിത്രമേ, ഞാൻ ഇന്ന് നിന്റെ കൂടെ വരാം. സന്തോഷവാനായ തേനീച്ച ആ വണ്ടിനെ തന്റെ പുറത്ത് കയറ്റിക്കൊണ്ട് വർണ്ണാഭമായ പൂന്തോട്ടങ്ങളിലേക്ക് പറന്നു. അവിടെ വസന്തത്തിന്റെ മനോഹരമായ കാഴ്ചകൾ അവനെ കാത്തിരുന്നു. തേനീച്ച അവന് പലതരം പൂക്കൾ പരിചയപ്പെടുത്തി. സുഗന്ധം പരത്തുന്ന മരച്ചില്ലകളിൽ ഇരിക്കാൻ അനുവദിച്ചു. സന്ധ്യയായപ്പോഴേക്കും ജീവിതത്തിൽ ആദ്യമായി ആ ചാണകവണ്ട് സുഗന്ധവും പ്രകാശവും അനേകം മനോഹര വർണ്ണങ്ങളുമുള്ള ഒരു ലോകം കണ്ടു. രാത്രിയായപ്പോൾ തേനീച്ച പറഞ്ഞു, മിത്രമേ, ഇന്ന് രാത്രി നീ ഈ സുന്ദരമായ താമരപ്പൂവിൽ ശാന്തമായി ഉറങ്ങുക. ഞാൻ അടുത്തുള്ള പൂവിൽ ഉണ്ടാകും. നാളെ പ്രഭാതത്തിൽ നിന്നെ ഞാൻ സുരക്ഷിതമായി നിന്റെ വീട്ടിൽ കൊണ്ടുപോയി വിടാം. വണ്ട് സന്തോഷപൂർവ്വം ആ പൂവിൽ കിടന്നുറങ്ങി. രാത്രിയുടെ അവസാന യാമങ്ങൾ. അമ്പലത്തിലെ പൂജാരി ഭക്തിയോടെ പൂക്കൾ പറിക്കാൻ പൂന്തോട്ടത്തിലെത്തി. അദ്ദേഹം ഭഗവാൻ ശിവന്റെ പൂജകൾക്കായി ആവശ്യമുള്ള എല്ലാ പൂക്കളും പറിച്ചു. വണ്ട് കിടന്നുറങ്ങുന്ന ആ പൂവും അദ്ദേഹം പറിച്ചെടുത്തു. തുടർന്ന് ആ പൂവും പൂജാരി ശ്രദ്ധയോടെ മഹാദേവന്റെ തിരുമുൻപിൽ ഭക്തിയോടെ സമർപ്പിച്ചു. പ്രഭാതത്തിന്റെ വെളിച്ചം പരന്നപ്പോൾ തേനീച്ച ഉണർന്നു. തന്റെ സുഹൃത്തിനെ കാണാനായി പറന്നു ചെന്നപ്പോൾ ആ പൂവ് അവിടെ ഉണ്ടായിരുന്നില്ല. പരിഭ്രാന്തനായ തേനീച്ച പൂന്തോട്ടം മുഴുവൻ തിരഞ്ഞു. മുകളിലും താഴെയും അടുത്തുള്ള പുൽച്ചെടികളിലും ദൂരെയുമെല്ലാം. പക്ഷേ സുഹൃത്തിനെ ഒരിടത്തും കണ്ടിരുന്നില്ല. അപ്പോൾ അവനൊരു ചിന്ത വന്നു. പൂജാരി എല്ലാ ദിവസവും അമ്പലത്തിലേക്ക് പൂക്കൾ കൊണ്ടുപോകാറുണ്ടല്ലോ, ഒരുപക്ഷെ അവൻ അവിടെ ഉണ്ടാകും. തേനീച്ച അമ്പലത്തിലേക്ക് പാഞ്ഞു ചെന്നു. എന്നാൽ അവിടെ എത്തിയപ്പോഴേക്കും ഉച്ചയായിരുന്നു. പൂജകൾ കഴിഞ്ഞ് പൂജാരി സമർപ്പിച്ച എല്ലാ പൂക്കളും അടുത്തു തന്നെയുള്ള പുണ്യ നദിയിൽ ഒഴുകിക്കളഞ്ഞു. നിരാശയോടെ തേനീച്ച പുഴയുടെ തീരത്തേക്ക് പറന്നെത്തി. പെട്ടെന്ന് ദൂരെയായി അവന്റെ സുഹൃത്ത് ആ പൂവിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് നദിയിലൂടെ ശാന്തമായി ഒഴുകി നീങ്ങുന്നതാണ് തേനീച്ച കണ്ടത്. തേനീച്ച ഉറക്കെ കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു, മിത്രമേ നിൽക്കൂ, ഞാൻ രാവിലെ മുതൽ നിന്നെ തിരയുകയായിരുന്നു. നീ എങ്ങോട്ടാണ് പോകുന്നത്? പണ്ട് ശാന്തനായിരുന്നു. അവന്റെ മുഖത്ത് ഒരു ദിവ്യമായ തേജസ് ഉണ്ടായിരുന്നു. അവൻ കൈകൂപ്പിക്കൊണ്ട് മറുപടി പറഞ്ഞു, പ്രിയ മിത്രമേ, എന്നെ ഇപ്പോൾ തടയരുത്. നിന്റെ വിശാലമായ സൗഹൃദം എന്നെ ചാണകത്തിന്റെ ദുർഗന്ധത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് പൂക്കളുടെ ഗന്ധം കാണിച്ചു തന്നു. നിന്റെ കൂട്ടുകെട്ട് എന്നെ സാക്ഷാൽ ശ്രീ മഹാദേവന്റെ പാദങ്ങളിൽ എത്തിച്ചു. ഇപ്പോൾ ഞാൻ ഈ പുണ്യ നദിയായ ഗംഗയുടെ തീർത്ഥജലത്തിൽ മോക്ഷമായി ഒഴുകി നീങ്ങുകയാണ്. ഞാൻ ഇരുട്ടിൽ വേണ്ടുവോളം ജീവിച്ചു. ഇനി എന്നെ ഈ മോചനത്തിലേക്ക് ഒഴുകാൻ അനുവദിക്കൂ. സൗഹൃദത്തിന്റെ മഹിമ തിരിച്ചറിഞ്ഞ തേനീച്ച പിന്നെ അവനെ തടഞ്ഞിരുന്നില്ല. ആനന്ദത്തോടെ കണ്ണീരോടെ അവൻ തന്റെ സുഹൃത്തിന്റെ മോക്ഷയാത്ര കണ്ടുനിന്നു. ഈ മനോഹരമായ കഥ നൽകുന്ന സന്ദേശം ഇതാണ്: ഒരു നല്ല സൗഹൃദം ഒരു വ്യക്തിയെ ജീവിതത്തിലെ ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ നിന്ന് പോലും മോചനത്തിലേക്കും ഉന്നതമായ ലക്ഷ്യത്തിലേക്കും ഒടുവിൽ ദൈവത്തിലേക്കും നയിക്കാൻ കഴിവുള്ളതാണ്. നമ്മൾ ആരുമായി സഹവസിക്കുന്നു എന്നത് നമ്മുടെ ജീവിതഗതിയെ തന്നെ മാറ്റിമറിക്കും.